നമ്മുടെ വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് നല്ല ക്വാളിറ്റിയുള്ള ടീച്ചേഴ്സും ഉണ്ട് കേരളത്തിൽ തന്നെ വന്നിട്ടുള്ള. പക്ഷെ ആദ്യം നിർത്തേണ്ടത് ഈ ഗേറ്റ് കീപ്പിംഗ് ആണ്. ഇപ്പൊ കേരളത്തിൽ തന്നെ പല ഇന്റർവ്യൂസും കൊടുത്ത് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് കൊടുത്ത് കിട്ടാണ്ട് പുറത്തു പോയ ആളാണ് ഞാൻ. ഓക്കെ, ഇപ്പൊ ഞാൻ ഒരു അസോസിയേറ്റ് ഡീനായി. ഞാൻ എന്റെ ഒരു സ്കൂൾ നടത്തുകയാണ് ഓഫ് ലിബറൽ ആർട്സ് ആൻഡ് സോഷ്യൽ സയൻസസ്. അതായത് അപ്പൊ എനിക്കൊരു കേപ്പബിലിറ്റിയും ഇല്ലേ ടു ടീച്ച് ഇൻ കേരള. കേരളത്തിൽ ഒരു യൂണിവേഴ്സിറ്റിയും എനിക്ക് അവിടെ എംപ്ലോയബിലിറ്റി തന്നില്ല. എന്റെ അടിയിൽ ഇപ്പം 19 ഫാക്കൽറ്റി വർക്ക് ചെയ്യാണ് എന്റെ ലീഡർഷിപ്പിൽ. ആൻഡ് വി ആർ റണ്ണിങ് ലൈക്ക് എന്റെ സ്കൂളിൽ മോർ ദാൻ 300 സ്റ്റുഡൻസ് ഉണ്ട്. സൈക്കോളജി, ലിബറൽ ആർട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പഠിപ്പിക്കുകയാണ് ഞങ്ങൾ. സോ ഒരുപാട് കഴിവുള്ള ആളുകളുണ്ട്. പക്ഷെ ഭയങ്കര ഹൈ പൊളിറ്റിക്കൽ ഗേറ്റ് കീപ്പിംഗ് ഇൻ ബോത്ത് സ്റ്റേറ്റ്സ് ആൻഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്. അത് കാരണം ഞങ്ങൾക്കൊന്നും അവിടെ ജോലി കിട്ടുന്നില്ല. അവരൊക്കെ പുറത്തു പോയി ബെറ്റർ ടീച്ചേഴ്സ് ആവുകയാണ്, ബെറ്റർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആവുകയാണ്. പൊളിറ്റിക്കൽ ഗേറ്റ് കീപ്പിംഗ് നിർത്തി കഴിഞ്ഞാൽ കേരളം ഭയങ്കരമായിട്ട് ഡെവലപ്പ് ആകും, ഭയങ്കരമായിട്ട് നന്നാകും. കാരണം ഇന്റലക്ച്വലി ഒരു മലയാളിയെ വെല്ലാൻ ഇന്ത്യയിൽ വേറെ ഒരാളും ഇല്ല. ഹാവിംഗ് വർക്ക്ഡ് ഇൻ മൾട്ടിപ്പിൾ പ്ലേസസ്, ദെഹ്റാദൂൺ, ഡൽഹി, ബാംഗ്ലൂർ, ഹൈദരാബാദ്, ഇവിടെയൊക്കെ പഠിപ്പിച്ചിട്ടും ഉള്ളതുകൊണ്ട് പറയാണ് ഏറ്റവും നല്ല റീസോഴ്സ്, ഏറ്റവും നല്ല സ്റ്റുഡന്റ്, ഏറ്റവും നല്ല ടീച്ചർ സത്യം പറഞ്ഞാൽ മലയാളിയാണ്. ബിക്കോസ് ഓഫ് ദ ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ക്രിട്ടിക്കൽ എബിലിറ്റീസ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം കുഞ്ഞിലെ മുതൽ തന്നിട്ടുള്ളത് കൊണ്ട്. പബ്ലിക് സ്കൂളിൽ പഠിച്ച ആളാണ് ഞാൻ, ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച ആളാണ്. ശരി, സമയക്കുറവ് മൂലം ഇടപെടുകയാണ്, ദയവായി ക്ഷമിക്കുക.